അല്ലാഹു നിങ്ങളെ സഹായിക്കുന്ന കാലത്ത് നിങ്ങളെ ജയിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഒരാൾക്കും കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത്. ഹദീസ് നിഷേധികളുണ്ട്. ഹദീസ് നിഷേധിക്കൂല, അംഗീകരിക്കാതിരിക്കുക, ഹദീസിനെ അംഗീകരിക്കാതിരിക്കുക. അല്ലെങ്കിൽ ചില പ്രത്യേകമായ മഹാന്മാരായ ചില സ്വഹാബിമാരുടെ ഹദീസ് അംഗീകരിക്കൂല എന്ന് പറയാ. അങ്ങനെയാണ്. ഒരാള് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഫുലാന് കാഫിറാണോ? അപ്പോൾ പറഞ്ഞു, കാൽഫിറും അരഫിറും ഒന്നുമല്ല, മുഴുവനും ഫിർ തന്നെയാണ്. അങ്ങനെയാണ്. എനിക്ക് ഓർമ്മ വരികയാണ് ആ ഒരു സംഭവം. കാഫിർ അരഫിർ എന്നൊന്നും പറയണ്ട, മുഴുവനും ഫിർ തന്നെയാണ് ആള് എന്ന് പറഞ്ഞു. അടുത്ത് കാണാനില്ലാത്ത ഒരാളാണ്, ആളങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. മരിച്ചു എന്ന് ബോധ്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെയാണ്. ഇപ്പോഴും മരിച്ചൊന്നും തീരുമാനിച്ചായിട്ടില്ല. ഒരാൾ കാലം വരെ ദുന്യാവിൽ ഒരാൾ പോയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ അയാളാണ്. കാരണം മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ മരിച്ചു എന്ന് ബോധ്യപ്പെടണം. ഇക്കാലം വരെ ആയിട്ട് മരിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ദുനിയാവിൽ ഏതാൾ മരിച്ചാലും ഖബർ എവിടെയാണെന്ന് ആരും അറിയും. ഇതാരെങ്കിലും ഖബർ എവിടെയെന്ന് അറിഞ്ഞാൽ അയാൾ കുടുങ്ങും. അതാ പ്രശ്നം. അങ്ങനെ എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ അറിഞ്ഞാൽ കുടുങ്ങും ചെയ്യും. അതാ എന്റെ നിന്നിച്ചുറപ്പ്. ഓർമ്മ വെച്ചോ, മനസ്സിലായി. എൻ്റെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നിന്ദിച്ചു. ആരാ വിചാരിച്ചത്? ആരാ നിങ്ങളെ അബൂ ഹുറൈറ? ആരാ അബൂ ഹുറൈറ? അസ്റഉ ഞാൻ ബോധം കിട്ടുകിടക്കും. ബൈന മസ്ജിദിൻ നബവി, മദീന പള്ളിയുടെ മുന്നിൽ ഞാൻ ബോധം കെട്ട് വീഴും. ബോധം കെട്ട് കിടക്കും. ബോധം പോയിട്ടുണ്ടാവും. ആളുകൾ വർത്താനം പറയണമൊക്കെ ശരിക്കും ഇങ്ങനെ കേൾക്കും. ഞാൻ ആളുകളിൻ്റെ അരികിലൂടെ നടന്നു വരും. അവർ പറയും, കാന മരീളം മിൻ ഖബ്ലു, ഇയാൾക്ക് മുമ്പേ ഇങ്ങനെ ഇളകി വീഴുന്ന സൊക്കറുണ്ട്. അബൂ ഹുറൈറ പറയാണ്, എനിക്കൊരു സൊക്കറുമില്ല. വമാ ഹുവ ഇല്ലൽ ജൂ, അതെൻ്റെ പള്ളേലെ വിശപ്പായിരുന്നു. എൻ്റെ വിശപ്പായിരുന്നു. ഞാൻ വിശപ്പുകൊണ്ട് വീണതാണ്. എന്തേ ഞാൻ പണിക്ക് പോകാഞ്ഞത്? ഞാൻ പണിക്ക് പോയ നേരത്തെ ഹബീബിൻ്റെ വായിൽ നിന്ന് ഒരു ഹദീസ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഹബീബിൻ്റെ പിന്നിൽ കൂടി. ഹബീബിന് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നവനാണ്, എനിക്കാ ജസദിയായ ഭക്ഷണമില്ലല്ലോ. ഞാൻ ബോധം കൊട്ട് വീണ് കിടക്കും. ആളുകൾ പറയും, ഇയാൾക്ക് കുറുക്കൻ്റെ സോക്കടാണ്. എനിക്കൊരു കുറുക്കൻ്റെ സോക്കടുമില്ല. വമാ ഹുവ ഇല്ലൽ ജൂ, അതെൻ്റെ വിശപ്പായിരുന്നു എന്ന് അബൂ ഹുറൈറ ആ മനുഷ്യനാണ് കുറ്റം പറഞ്ഞു. നിന്ദിച്ചു റബ്ബ്, തകർത്തു ആ മനുഷ്യനെ റബ്ബ് നിന്ദിച്ചു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോഴുണ്ട് ബാക്കി ചില പ്രത്യേക ആളുകളുടെ ഹദീസുകൾ ഒഴിവാക്കുക. അവരൊക്കെ ദീനിന്റെ പുറത്താണ്, അവരൊക്കെ ഇസ്ലാം മതത്തിന്റെ പുറത്താണ്. മടിക്കണ്ടയില്ല. ഭൗതികമായ ഇന്നത്തെ താല്പര്യം വെച്ചിട്ട് പത്രക്കാര് അവരെയും കൂടി കൂട്ടിയിട്ട് യോഗം വിളിക്കണ്ടയില്ല. എല്ലാവരെയും കൂട്ടിയാണ് യോഗം വിളിച്ചാൽ നമ്മൾ ഉഷാറാകും എന്നൊരു ധാരണ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വന്നു പോയിരിക്കുന്നു. അതവർ ശ്രദ്ധിക്കുക. സമുദായത്തിൻ്റെ ഉള്ളിലുള്ളവരെ കൂട്ടി വിളിക്കുക. സമുദായത്തിൻ്റെ രക്ഷക്ക് മുസ്ലിം സംഘടനകൾ ചോദിക്കുകയാണ് വേണ്ടത്, നന്മയാണ്. പക്ഷേ മുസ്ലിം എന്ന് പറയുമ്പോൾ ആ അഡ്രസ്സിൽ മുസ്ലിം പെടണം. മുസ്ലിമിനെ നിശ്ചയിച്ചത് അല്ലാഹും റസൂലാണ്. അവരുടെ നിയമത്തിൻ്റെ ഉള്ളിലും അവരുടെ നിർവചനത്തിൻ്റെ ഉള്ളിലും അത്തരം സംഘടനകളെ ഒതുക്കണം. ആ പരിധിയിൽ വരാത്ത ആളുകൾക്ക് മുസ്ലിം എന്ന് പറയുക സാധ്യമല്ല. ഇത് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു സ്വക്കെടുപ്പ് ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്കാണ് മടങ്ങിക്കോളൂ. വിഷയങ്ങളൊക്കെ അള്ളാഹു പരിഹരിക്കും. അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിഷയങ്ങളും പരിഹരിക്കുമാറാകട്ടെ. സ്വദേശപരം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്, മറ്റൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ. സ്വദേശപരമായിട്ടാണ് ഈ പറയുന്നത്. മൻ അൻകറ ഹദീസ റസൂലില്ലാഹി ഫഹുവ മുർത്തദുൻ ഔ ഹദീസൻ മിൻ ഹദീസി റസൂലില്ലാഹി വഹുവ യഅലമു അന്നഹു ഹദീസുഹു. ശ്രദ്ധിക്കണം. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, അൽ അവാസിമു വൽ ഖവാസിമിൽ ഇബ്നുൽ വസീർ തങ്ങൾ പറയുന്നുണ്ട്, മൻ കദബ ഹദീസൻ മിൻ ഹദീസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകളെ കൂട്ടത്തില് മുഴുവൻ ഹദീസൊന്നുമല്ല, ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചാലും അത് റസൂലുള്ളാഹിന്റെ ഹദീസാണ് എന്ന് അവർക്ക് അറിയാം. എന്നിട്ടും ആ ഹദീസിനെ അവൻ നിഷേധിക്കുകയാണെങ്കിൽ ഫഹുവ മുർത്തദ്ദുൻ. അത് ലൈഫാണോ അല്ലേ എന്ന് അറിയാത്തോണ്ട് നിഷേധിച്ചല്ല, അറിയാം.
ഇത് സ്വഹിയ ഹദീസ് തന്നെ, റാവികളൊക്കെ സ്വഹിയ, അപ്പൊ സംഗതിയൊക്കെ സ്വഹിയ തന്നെ. എന്നാലും ഇവനത് അംഗീകരിക്കണില്ല, ഇവന്റെ തലക്ക് യോജിക്കാത്ത അംഗീകരിക്കൂല. ആ പ്രവണത വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ്. അപ്പൊ ഹദീസിനെ തീരുമാനിക്കണം അവനാൻ്റെ ബുദ്ധിയാണ്. കോഴിക്കോട്ട് ഒരവസരത്തിൽ ഞാനും ഹമീദ് പൈസയും പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് ഒരു സ്വഹിഹായ ഹദീസ് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു, ആ ഹദീസ് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ CD ഒക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ ചെന്തേ സ്വഹിഹായ ഹദീസ് അല്ലേ, ആ റാവിക്ക് വല്ല തൊഴനും പറയാനുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റാവിക്കൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ബുദ്ധിക്ക് യോജിക്കണില്ല, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ് സ്വീകരിക്കൂല, റാവി സ്വഹിയാണെങ്കിലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റിദ്ദത്ത് വരും, അത്തരം വാക്കിലൂടെ റിദ്ദത്ത് വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ പേടിക്കേണ്ടതാണ്, നിങ്ങൾക്കറിയാലോ, വിഷയം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഒരാൾ നുബുവത്തിനെ വാദിക്കുക, ഞാൻ നബിയാന്ന് പറയുക, അല്ലെങ്കിൽ നബിയാന്ന് പറയുന്നവൻ്റെ പിന്നാലെ കൂടുക, അങ്ങനെയൊക്കെയാണ്. ശ്രദ്ധിക്കുക. ഒരാൾ നബിയാന്ന് പറയാ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഇന്നദ്ദജ്ജാലീന കസീരീന സയദ്ദഊന നുബുവത ബഅദി. കുറേ ദജ്ജാലീങ്ങൾ എനിക്ക് ശേഷം നുബുവത്തിനെ വാദിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് നബി. ഒരാൾ നുബുവത്തിനെ വാദിക്കുക, അവൻ മുർത്തദ്ദാണ്. പിന്നെ ومن أظلم ممن افترى على الله كذبا أو قال أوحي إلي ولم يوحى إليه. ഒരാൾ പറയാ എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറയാ, അയാൾക്ക് എന്ത് വഹി ഇറങ്ങാനാണ്, എന്നിട്ട് പറയാ വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറയാ. അൻആമിന്റെ 93-ാമത്തെ വചനം, അവൻ കാഫിറാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ ഈ പറഞ്ഞതിൻ്റെ ഉപോത്ബലകമായ മറ്റൊരു വിഷയം, ഇതിൻ്റെ അടിസ്ഥാനം പറഞ്ഞു തരാ. അമ്പിയാക്കന്മാർ മുഹമ്മദ് നബിയോടുകൂടെ അവസാനിച്ചിരിക്കുന്നു എന്ന വിശ്വാസം ആരെങ്കിലും നിഷേധിച്ചാൽ ഫഹുവ മുർത്തദ്ദുൻ കാഫിറുൻ, അവൻ മുർത്തദ്ദുൻ കാഫിറുമാണ്. ശ്രദ്ധിക്കണം, ഖാദിയാനി കാഫിർ തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല. ഖാദിയാനി കാഫിറാണ്, ഖാദിയാനി കാഫിർ തന്നെ, ഖാദിയാനി കാഫിർ തന്നെ, അതിന് സംശയിക്കേണ്ട ആവശ്യമില്ല, ഖാദിയാനി കാഫിറാവും. ശ്രദ്ധിക്കണം. കാണുന്നിടത്ത് മുഴുവനും പള്ളിക്ക് കയറി പോയിട്ട് കൂട്ടത്തിൽ ഇപ്പോൾ ഇത്തരം പള്ളികളും നടക്കുന്ന ഒരു സമ്പ്രദായം, എവിടെയാണോ പള്ളിയുള്ളത് അവിടേക്കാണ് പാഞ്ഞു കയറി, അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇപ്പം നമ്മളുടെ ഇടയിലുണ്ട്. എവിടെയാണോ അത് ഖാദിയാൻ്റെ പള്ളിയാണെന്നല്ല, എവിടെയാണെങ്കിലും അല്ല, അങ്ങനെയാണ്. ഏത് പള്ളിയിലേക്കും കയറി കൂടി നോക്കുക. ചില കള്ളിപ്പട്ടം തിരിച്ചറിയാനും കഴിയും. പള്ളിൻ്റെ മുകളിൽ കുട ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, അത് ഖാദിയാൻ്റെ പള്ളിയാണ്. നമ്മൾ വിചാരിക്കുന്ന പഴയ കുട വലിച്ചെറിഞ്ഞതല്ല, ഞാൻ വിശദീകരിക്കും. ലണ്ടനിലേക്ക് തിരിച്ച് ഇറക്കിയ കുടയാണത്. ആ കുടയുള്ള ആൾക്കൊരുപാട് അവിടെ ഇമാം അവിടെയാണ്, ലണ്ടനിലാണെന്നാണ് അവരുടെ വാദം. ഞാൻ വിശദീകരിക്കണില്ല. ആ ജാതി സമുദായ സ്നേഹമൊന്നും വേണ്ട, അത് സമുദായ വിരുദ്ധ സ്നേഹമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. ഒന്ന് ഉറക്കാൻ നിങ്ങൾക്ക് ഇതിന് സഹകരണമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് സഹകരണം ഇല്ലെങ്കിലും ഞാൻ പറയാണ്, എനിക്ക് നിങ്ങളുടെ ആ അതിരുവിട്ട ആ വിപുലീകരണ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് തുറന്ന് പറയാണ്. ഖാദിയാനി കാഫിർ തന്നെ, 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 ഖാദിയാനി കാഫിർ തന്നെ. ഖാദിയാൻ്റെ പള്ളിയിൽ കയറണ്ട, ഖാദിയാനോട് സലാം പറയണ്ട, ഇല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാം, ഹബീബിന്റെ കൂടെ കിടക്കാന്നോ എന്നെങ്കിലും കിടക്കാൻ നോക്കി. മുഹമ്മദ് നബിയോട് കൂടെ അമ്പിയാക്കൾ അവസാനിച്ചു എന്ന വിശ്വാസം ഒരാൾ നിഷേധിച്ചാൽ ഫഹുവ മുർത്തദ്ദുൻ കാഫിറുൻ. അത്തരം ആളുകളോട് സഹകരിക്കാൻ പാടില്ലാത്തതാണ്, അത്തരം ആളുകളെ സഹകരിപ്പിക്കാനും പാടില്ലാത്തതാണ്. എന്നെ സഹകരിപ്പിച്ചിട്ടില്ല എങ്കിൽ പ്രശ്നം ഉണ്ടാകുമോ? അതിന് നേരത്തെ